ഹലോ. കന്യാകുമാരിയിലെ മിക്ക ദിവസങ്ങളും ഇതേ പൂരിയും കറിയും വെച്ചാണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിനുള്ള വെയിറ്റിംഗ് ആണ്. ബസ് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഈ റൂട്ടിലോടുന്ന ബസ്സിൽ എനിക്ക് അറിയില്ല എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ എന്ന്. എല്ലാ ബസ്സിലും സ്കൂൾ കുട്ടികൾക്ക് നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. അവരായിരുന്നു സീറ്റിലൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബസ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ കോളേജിലെത്തി. ഉദയമാണ് കോളേജിൻ്റെ പേര്. ലാബ് എക്സാം ആയിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നേ. ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു മാത്രം കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ്. കോളേജിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്. നിറയെ പശുക്കളും അങ്ങനെയൊക്കെയുള്ള കോളേജ്. ഞാനിതുവരെ കേരളത്തിലിവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. പക്ഷെ കോളേജ് സൂപ്പറായിരുന്നു. അങ്ങനെ കോളേജ് കഴിഞ്ഞു ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ നാഗർകോവിലേക്ക് ബസ് കയറി. നാഗർകോവിലിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളാണ് കാണാനുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ വേഗം തന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. ട്രിവാൻഡ്രത്ത് എത്തി. അതിനിടയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അവർ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെന്നെ ട്രോളാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരാണ് ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രോളുകൾ ഇരന്ന് വാങ്ങിക്കൊണ്ടാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നല്ലായിരുന്നു ആക്ച്വലി ട്രെയിൻ ഉണ്ടായിരുന്നത്. കൊച്ചുവേളിയിൽ നിന്നായിരുന്നേ. പിന്നെയാണ് അറിഞ്ഞത് കൊച്ചുവേളിയിലേക്ക് പോകാനുള്ള ട്രെയിനും ലേറ്റാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഊബർ വിളിച്ചു. നേരെ കൊച്ചുവേളിയിലോട്ട് പോവുകയാണ്. ഊബറിൽ ട്രെയിൻ എന്തായാലും ലേറ്റായല്ലോ, അപ്പോൾ നേരെ ഊബറിൽ കൊച്ചുവേളി സ്റ്റേഷനിലെത്തി. അവിടെ പോയി നോക്കുമ്പം ഓൾറെഡി ഞങ്ങൾക്ക് തക്കാലം ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരുന്നു. സീറ്റ് കിട്ടുമോ എന്താണെന്നൊന്നും അറിയില്ല. അതിനിടയ്ക്ക് ആ ട്രെയിനും ലേറ്റ്. ഞാൻ ഈ ഫ്ലൈറ്റ് പോകുന്ന വീഡിയോസൊക്കെ എടുത്തു. എങ്ങനെയോ ബർത്തിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ സേഫായിട്ടിരുന്നു. അങ്ങനെ കൃത്യം 4:55 ആയപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നാട്ടിലെത്തിയപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ആക്ച്വലി ഒരു 7 ദിവസമാണ് അവിടെ മാറി നിന്നിട്ടുള്ളൂ. എങ്കിലും കോഴിക്കോട് എത്തിയപ്പം തന്നെ നല്ല സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.